കർത്താവ് വിട്ടുകളയുന്ന ദൈവമല്ല. ഗൂഢാലോചനയിൽ നീ തകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അവൻ നിനക്ക് ഒരുക്കിയ ഒരു ഓഹരിയുണ്ട്. ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ മധ്യേ വെള്ളം നിലയങ്കി ധരിച്ച വിശുദ്ധന്മാരോടുകൂടെ നമുക്ക് ഒരുക്കപ്പെട്ട ഒരു ഓഹരിയുണ്ട്. അതിലേക്ക് വിളിക്കപ്പെട്ട ഞാനും നീയും ആമേൻ ആമേൻ ശത്രുവിന്റെ മുമ്പിലോ മനുഷ്യന്റെ മുമ്പിലോ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പണ്ട് നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇസബേൽ ഒരു വലിയ ഓഫർ വെച്ചു, ഇതിലും നല്ല മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് വേറെ തരാം, നിന്റെ മുന്തിരിത്തോട്ടം ഇങ്ങ് വിട്ടു തന്നേരെ. നാബോത്ത് പറഞ്ഞ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരാൻ ദൈവം ഇടയാക്കരുത്. ആമേൻ. വലുതോ ചെറുതോ എന്നുള്ളതല്ല വിഷയം, ഇത് തന്റെ അവകാശമാണെന്നുള്ള തിരിച്ചറിവ്. ആമേൻ. ഇസബേലിന്റെ പ്രലോഭനങ്ങളിൽ വീഴാൻ നാബോത്തിന് ഇടയായില്ല. ഇസബേൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് പിതാക്കന്മാരുടെ അവകാശത്തെ കവർന്നെടുക്കാനാ. എന്താ പിതാക്കന്മാരുടെ അവകാശം? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിനോടും ദൈവം പറഞ്ഞൊരു അവകാശമുണ്ട്, വാഗ്ദത്തമുണ്ട്. അത് പ്രാപിക്കുന്നതിന് വിരോധമായിട്ടാ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് നേരെ ശത്രു കണികൾ ഒരുക്കിയത്. നാബോത്ത് പറഞ്ഞു, ഈ വാഗ്ദത്തം വിട്ട് കളിക്കാൻ ഞാൻ തയ്യാറല്ല.